ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളുടെ കൊൽക്കത്ത യാത്ര ഇങ്ങനെ തുടങ്ങി. അപ്പോൾ ഇന്നലെയായിരുന്നു ഞങ്ങൾ കൊൽക്കത്ത എത്തിയത്. അപ്പോൾ ഇന്ന് ഫുള്ളായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു കൊൽക്കത്ത. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് ചോദിച്ചാൽ, വിക്ടോറിയ രാജകുമാരി മരിച്ച സമയത്ത് പണ്ട് ബ്രിട്ടീഷുകാരായിരുന്നല്ലോ നമ്മുടെ ഇന്ത്യ ഭരിച്ചത്. അപ്പം ഇവിടുത്തെ ഇന്ത്യൻ വൈസ്രോയ് വിചാരിച്ചു അവരുടെ ഒരു മെമ്മോറിയൽ നമുക്ക് എവിടെയെങ്കിലും എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന്. അങ്ങനെ 1901 അവർ മരിച്ചത്. 1906 ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് 1923 വരെ നീണ്ടു നിന്നു. അതായത് 15 വർഷം എടുത്തു ഇതിൻ്റെ ഈ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് കാണാൻ പറ്റും. സോ കം. അപ്പോൾ ഈ കാണുന്നതാണ് റാണി വിക്ടോറിയ. സോ ഇത് മൊത്തം മാർബിളാണ്. ഇതിൻ്റെ പണിയെന്ന് വെച്ചാൽ മൊത്തം മാർബിളാണ്. ഇപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിൽ ഇത് മൊത്തം ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു, അവർ ബോംബ് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് അവിടെ തന്നെ ആയിട്ട് ചെറിയൊരു കുളം പോലെ ഉണ്ട്. കുളം ഇത് ഉള്ളിലത്തെ കാഴ്ചയാണ് വിക്ടോറിയ മെമ്മോറിയലിന്റെ. ഇതാണ് റാണിയുടെ ഒരു സ്റ്റാച്ചു. നല്ല ഭംഗിയുണ്ട് ഇതിന്റെ കൺസ്ട്രക്ഷൻ കാണാൻ. എന്തുമാത്രം ബുദ്ധിമുട്ടിയുണ്ടാവും ഇത്രയും കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ. നേരത്തെ നമ്മൾ കുറെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഫോട്ടോസാണ് കണ്ടത്. ഇതാണ് വിക്ടോറിയൻ മെമ്മോറിയലിന്റെ ഉള്ളിലത്തെ കാഴ്ചകൾ. അപ്പം കുറേ ബ്രിട്ടീഷുകാരുടെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മളിതുവരെ പേര് കേൾക്കാത്ത കുറച്ച് പേരുടെ. പിന്നെ ഇത് ഉപയോഗിച്ച വസ്തുക്കൾ, അതായത് വാള്, പരിച, പീരങ്കി, പിന്നെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്ത സാധനങ്ങൾ, അങ്ങനെ കുറച്ച് പുരാതന വസ്തുക്കളാണ് ഇവിടെ ഉള്ളത്. സോ ഇത് ഇത്രയൊക്കെ ഉള്ളൂ. സോ വർക്ക്